എല്ലാവർക്കും സ്പോർട്ട് ആൻഡ് മൂവിയിലേക്ക് സ്വാഗതം. ISL 5ാം സീസൺ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരടക്കം മറക്കാൻ ശ്രമിക്കുന്ന സീസണാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ടീം പുറത്തെടുത്തത്. ഏത് മോശം സമയത്തും ആരാധകർ തങ്ങളെ കൈവിടില്ല എന്ന വിശ്വാസമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി. എന്നാൽ കഴിഞ്ഞ സീസണിൽ ആരാധകരും ടീമിനെ കൈവിട്ടു. കളി കാണാനെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ കുറവായിരുന്നു ഉണ്ടായത്. ഇന്നത്തെ വീഡിയോയിൽ അടുത്ത സീസണിലേക്ക് എത്തുമ്പോഴുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം എന്നാണ് ചർച്ച ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കുറിച്ചുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനും ലഭ്യമാക്കാൻ ശ്രമിക്കുക. ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ആദ്യ ലക്ഷ്യം ഒരു മികച്ച പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുക എന്നതായിരിക്കണം. ISL-ലെ തന്നെ ക്ലബ്ബുകളായ ചെന്നൈയിൻ FC ഗോവ തുടങ്ങിയ ടീമുകൾ മാർക്കോ മദ്രാസി, സീക്കോ തുടങ്ങിയ താരങ്ങളെ മുൻപ് ടീമിൽ എത്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രമിച്ചാൽ ബ്ലാസ്റ്റേഴ്സിനും ഒരു മികച്ച പരിശീലകനെ ടീമിലെത്തിക്കാൻ കഴിയും. ഡേവിഡ് ജെയിംസിനെ പോലെ വമ്പം പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കാതെ ടീമിനെ നല്ല രീതിയിൽ കളിപ്പിക്കുന്ന ഒരു പരിശീലകൻ, ടീമിലെ താരങ്ങളുടെ കഴിവുകളും കുറവുകളും മനസ്സിലാക്കി അവരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പരിശീലകനായിരിക്കണം ടീമിലെത്തിക്കേണ്ടത്. ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ രണ്ടാമത്തെ ലക്ഷ്യം കിരീടം നേടാനായില്ലെങ്കിലും മികച്ച കളി പുറത്തെടുക്കുക എന്നതായിരിക്കണം. ISL-ലെ തന്നെ മറ്റു ക്ലബ്ബുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ തീർത്തും ഒരു ഒഴുക്കോ താളമോ ഇല്ലാത്ത കളിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചത്. ലോങ് ബോൾ എന്ന ടാക്ടിക്സ് ഉപയോഗിച്ച ടീമിന്റെ കളി തീർത്തും നിരാശാജനകമായിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച പരിശീലകനെ ടീമിലെത്തിക്കുന്നതിലൂടെ ടീമിന്റെ കളിയും മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് ആരാധകരുടെ വിശ്വാസം. ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ മൂന്നാമത്തെ ലക്ഷ്യം ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരിക്കണം. കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനത്തെ തുടർന്നായിരുന്നു തിങ്ങി നിറഞ്ഞിരുന്ന സ്റ്റേഡിയത്തിൽ നിന്ന് ആളുകൾ ഒഴിയാൻ തുടങ്ങിയത്. മിക്ക കളികളിലും മിക്ക സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നതായിരുന്നു സ്റ്റേഡിയത്തിലെ കാഴ്ച. അതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിലേക്ക് ആരാധകരെ തിരികെ കൊണ്ടുവരുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ആകെ ആവശ്യമാണ്. മികച്ച പരിശീലകൻ വരികയും മികച്ച കളി പുറത്തെടുക്കാനുമായാൽ സ്റ്റേഡിയത്തിലേക്ക് താനെ കാണികളെത്തും. ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കുറിച്ചുള്ള വാർത്ത ഇതാണ്. FC പൂനെ സിറ്റിയുടെ സൂപ്പർ താരം മാർസലിനോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ ശക്തമാകുന്നു. FC പൂനെ സിറ്റി ഇതുവരെ മാർസലിനോയുമായുള്ള കരാർ പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ സത്യമായേക്കാം. മാർസലിനോയെ പോലെയുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ എത്തണമെന്ന് തന്നെയാണ് ടീമിന്റെ ആരാധകർ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ 3 കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ഉണ്ട് എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.